എനിക്ക് തോന്നുന്നു ഭയങ്കര ഒരു വില്ലൻ റോളുകളിലും ഒന്നും അധികം ചെയ്തിട്ടില്ല അല്ലെ? ഇപ്പൊ അങ്ങനെ ഡിഫറെന്റ് ആയിട്ടുള്ള റോൾസിലേക്ക് ഇനി പോകാനുള്ള ഒരു ശ്രമം മനസ്സിലങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ? വരുന്നതിന് ഏറ്റവും ബെസ്റ്റ് ചൂസ് ചെയ്ത് ചെയ്യുക എന്നുള്ളതാണ്. ഉടുമ്പൻചോല വിഷനിൽ ഇറങ്ങാനുള്ള ഒരു സിനിമയാണ് സലാം ബുക്കാരിയാണ് ഡയറക്ടർ. അതിൽ കുറച്ചും കൂടെ എന്താ പറയുക, ഒരു കുറച്ച് ഗ്രേ ഷെയ്ഡുള്ള ഒരു ക്യാരക്ടറാണ്. എന്ന് വെച്ചാൽ കംപ്ലീറ്റ്ലി വില്ലൻ എന്നല്ല, പക്ഷെ എന്താ പറയുക, ഭയങ്കര കുറച്ച് ഗ്രേ ഷെയ്ഡുള്ള ഒരു ക്യാരക്ടറാണ്. ഈ പല നടന്മാരെ നമ്മൾ ഹിസ്റ്ററി എടുത്ത് നോക്കി കഴിഞ്ഞാൽ വളരെ ചെറുപ്പത്തിലേ വന്നവരുടെ ഒരു അതിന്റെ ഒരു ഡിസഡ്വാൻറ്റേജും അല്ലെങ്കിൽ നെഗറ്റീവ് വരുന്നത് ഇവരെന്നും ചെറുപ്പക്കാരായിട്ടായിരിക്കും കാണുന്നത്. അപ്പൊ ഇവര് പിന്നീട് ഒരു ഏജുള്ള റോളുകളിലേക്ക് മാറുമ്പോൾ ചിലപ്പോൾ അക്സെപ്റ്റ് ചെയ്യാൻ, പക്ഷെ കുറെ പേരൊക്കെ മാറിയിട്ട് ഇവിടെ സുധീഷ് ചേട്ടനൊക്കെ എത്രയോ നാളുകൾ കോളേജ് സ്റ്റുഡന്റ് ആയിട്ട് തന്നെ അഭിനയിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ ചിന്തിച്ചിട്ടാണോ മറ്റേ ഞാൻ അങ്ങനെ ഒരു ഏജ് കഴിയുമ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ മാറി വേറൊരു ടൈപ്പ് ഓഫ് ക്യാരക്ടേഴ്സ് ഇനി അത് ചെയ്താൽ മതി എന്നുള്ളത് അങ്ങനെ ചിന്തിക്കുന്നുണ്ടോ? അങ്ങനെയൊക്കെ ചിന്തിച്ചു? ഇല്ല, അങ്ങനെയൊന്നുമില്ല. എനിക്ക് ഈ ഏജിൽ നിന്ന് കൺവിൻസിങ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന എന്താണോ അത് ചെയ്യുക കറക്റ്റായിട്ടെന്നുള്ളതാണ്. അതിനാണ് ശ്രമിക്കുന്നത്. ഇപ്പൊ ഞാൻ ചെയ്യുന്ന സിനിമയിൽ ഞാനൊരു പോലീസ് ക്യാരക്ടറാണ് ചെയ്യുന്നത്. അപ്പൊ എനിക്ക് എൻ്റെ ഒരു കോൺസ്റ്റബിൾ ഡ്രൈവർ ആയിട്ടാണ്. അപ്പൊ എൻ്റെ അടുത്ത് പ്രകാശം വർക്കയുടെ ഡയറക്ടർ ഷഹദിന്റെ 3ാം സിനിമ. അപ്പോൾ ഷഹദിനെ എനിക്കറിയാം, ഷഹദിന് വളരെ ക്ലോസ് ആയിട്ടുള്ള ഒരാളുമാണ്. അതൊക്കെ അന്ന് കഥ പറഞ്ഞ് അപ്പൊ എൻ്റെ അടുത്ത് ഇങ്ങനെ പോലീസാന്ന് പറഞ്ഞപ്പോൾ ഞാൻ അതൊന്ന് മടിച്ചു. പക്ഷെ അപ്പൊ എന്നെ കാണിച്ചു ഇങ്ങനെ CPO നമ്മൾ ഒരു 21-22 വയസ്സൊക്കെ ആകുമ്പോൾ നമുക്ക് ഇത് എഴുതിയെടുക്കാൻ ട്രെയിനിങ് കഴിഞ്ഞ് കയറുന്ന കുറെ കോൺസ്റ്റബിൾ ഡ്രൈവേഴ്സും അല്ലെങ്കിൽ CPOമാരുണ്ട് ഈ പ്രായത്തിലുള്ള. അപ്പൊ ഞാൻ അത് നോക്കുകയും 2-3 പോലീസ് സ്റ്റേഷനിലൊക്കെ പോയി അത് മനസ്സിലാക്കുമ്പോഴാണ് ഞാൻ ഓക്കെ അപ്പൊ ഇന്ന കാര്യങ്ങൾ ചെയ്ത് നമുക്ക് ആ ഒരു രീതിയിട്ട് എത്തിക്കാം. അപ്പൊ അതിനുവേണ്ടി കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഒരു പ്രെപ്പ് ഉണ്ടായിരുന്നു. അപ്പൊ അത് ഇപ്പൊ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഷൂട്ട് 60-20 ലീഡ് ചെയ്യുന്നത്. വിജയരാമൻ സാറുണ്ട്.